ആന്ധ്രാപ്രദേശ് മന്ത്രി ബി.സി. ജനാർദ്ദനൻ റെഡ്ഡിയുടെ സഹോദരൻ പോലീസ് കോൺസ്റ്റബിളിന്റെ മുഖത്തടിച്ചു. മദൻ ഭൂപാൽ റെഡ്ഡിയാണ് അക്രമം നടത്തിയത്. ക്യൂ നിൽക്കാതെ കോലിമിഗുണ്ടല ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ചത് തടഞ്ഞതിനാണ് അക്രമം. ഗൗതം ആമ്രകുഞ്ചം വിവരങ്ങളുമായി ചേരുകയാണ്. ഗൗതം, പോലീസുകാരനെ തല്ലിയ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? അധികാരത്തിന്റെ ബലത്തിലുള്ള ഒരു കയ്യൂക്ക് തന്നെയല്ലേ അവിടെ നടന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലവിൽ അയാൾക്കെതിരെ കേസെടുത്തതായിട്ടുള്ള റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രിയുടെ ഒരു സഹോദരനുള്ള പരിഗണനയിലാണ് പോലീസ് കേസെടുക്കാത്തത് എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. പ്രതിപക്ഷം ഉൾപ്പെടെ അത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം ഭക്തർക്കായി തുറന്നു കൊടുക്കുന്ന ചടങ്ങിന് എത്തിയതായിരുന്നു മന്ത്രിയും സഹോദരനും ഉൾപ്പെടെയുള്ള ആളുകൾ. ഈ സാഹചര്യത്തിൽ ക്ഷേത്രത്തിലേക്ക് കടക്കാൻ, അതായത് ചടങ്ങ് നടക്കുന്ന ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാൻ എളുപ്പത്തിൽ കടക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതായത് ക്യൂ ഒന്നും നിൽക്കാതെ കടന്നു ചെല്ലാൻ അനുവദിക്കണമെന്ന് ആണ് ഈ മന്ത്രിയുടെ സഹോദരൻ ആവശ്യപ്പെട്ടത്. തുടർന്നാണ് പോലീസ് കോൺസ്റ്റബിളുമായി തർക്കത്തിലേക്ക് പോകുന്നത്. മദൻ ഭൂപാൽ റെഡ്ഡിയാണ് ഈ അക്രമം നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒടുവിൽ ഈ പോലീസ് കോൺസ്റ്റബിളുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ആ തർക്കത്തിനൊടുവിൽ കോൺസ്റ്റബിളിന്റെ മുഖത്തടിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ തന്നെ ഈ മന്ത്രിയുടെ സഹോദരനെ പിടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ കൂടെയുള്ള പ്രവർത്തകർ നടത്തുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ അക്രമത്തിന് മുതിരുകയായിരുന്നു. സുരക്ഷാ ജീവനക്കാർക്കെതിരെ അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രിയുടെ സഹോദരൻ നടത്തിയ ഈ അതിക്രമത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ആന്ധ്രാപ്രദേശ് മന്ത്രി ബി.സി. ജനാർദ്ദൻ റെഡ്ഡിയുടെ സഹോദരനാണ് മദൻ ഭൂപാൽ റെഡ്ഡി. അദ്ദേഹമാണ് ഈ ഒരു അക്രമം നടത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ മന്ത്രിയുടെ സഹോദരനെതിരെ കേസെടുക്കണമെന്നും പോലീസുകാരുടെ കോൺസ്റ്റബിളിന്റെ ഉൾപ്പെടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത തരത്തിലുള്ള ഇടപെടലിനെതിരെ നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യമാണ് ആന്ധ്രാപ്രദേശിലുള്ളത്. ലക്ഷ്മി. ഗൗതം ആമ്രകുഞ്ചമാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.